പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 17 വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ പ്രഭാതം നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസം മുഴുവനും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ പരിശ്രമിക്കാം. ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം 19-ാം വചനം ധ്യാനിക്കാം. അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കി. യേശു ദൈവപുത്രനാണ് എന്ന് പൂർണ്ണമായും വിശ്വസിച്ചവർ ചെയ്ത പ്രവർത്തികളാണ് ഈ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിക്കുക. യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തും എന്ന വിശ്വാസത്തിൻ്റെ തെളിവുകളാണ് പുരമുകളിൽ കയറിയതും ഓടിളക്കലും ശയ്യയോടെ രോഗിയെ താഴേക്കിറക്കലുമെല്ലാം. അവരുടെ വിശ്വാസത്തിന് അവിടുന്ന് ഉടൻ തന്നെ സമ്മാനം നൽകുകയും ചെയ്തു. ഇന്നും ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ഈശോ കൂടെ ഉണ്ടായിട്ടും ആത്മീയമായി തളർവാദം പിടിച്ചവരെ അവിടുത്തെ മുൻപിലേക്ക് കൊണ്ടുവരാൻ മാത്രമുള്ള വിശ്വാസം നമുക്ക് ഇല്ലാതെ പോകുന്നില്ലേ എന്ന് ധ്യാനിക്കേണ്ട ദിവസമാണ്. കർത്താവേ, എൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് സൗഖ്യവും രക്ഷയും ലഭിക്കുവാനുള്ള കാരണമാക്കി മാറ്റണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.